ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആംപ്ലിഫയറിൻ്റെ ഒരു വീഡിയോയേ അല്ല. ഇത് നമ്മുടെ വീട്ടിലെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 15 വർഷത്തോളം ആയ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ IGBT ഒക്കെ ഓൾറെഡി ഹീറ്റായി പോയതാണ്. അപ്പം ഞാൻ IGBT ഒക്കെ മാറി നോക്കി. IGBT മാറി നോക്കിയ സമയത്ത് ഇത് ഇറർ കോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിലവിൽ E6 എന്ന് പറഞ്ഞൊരു ഇറർ കോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാനിൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത. അപ്പോൾ ഫാനിൻ്റെ പ്രശ്നം വന്ന സമയത്ത് അത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 18 വോൾട്ടാണ് ഈ ഫാൻ കറങ്ങാൻ വേണ്ടത്. പക്ഷേ 18 വോൾട്ട് ഇവിടെ നമുക്ക് DC കിട്ടുന്നുണ്ട്. അതിൻ്റെ ടൈമിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പ്രോഗ്രാം IC എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം മാറാതെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിനകത്തോട്ട് ഒരുപാട് കമ്പോണൻസ് മാറ്റി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമയം നഷ്ടമല്ലാതെ ഇത് എത്ര നാൾ വർക്ക് ചെയ്യുന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബോർഡ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡെന്ന് പറയുന്നത്. ഈ മെയിൻ സർക്യൂട്ട് ബോർഡ് നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റിയിട്ട് പുതിയ ബോർഡ് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് ബോർഡെന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിൽ ചെന്നിട്ട് നമ്മൾ ചോദിച്ചാൽ മതി. ഇവർ കിറ്റായിട്ടാണ് വരുന്നത്. കാരണം ഈ പഴയ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് പുതിയ ബോർഡായതുകൊണ്ട് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ്യൂളും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ബേസിക് അറിവുള്ള ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇത് ഒരു ഹൈ പവറായിട്ടുള്ള ഒരു ഉപകരണം ആയതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളത് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തായാലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ബോർഡ് ഞാൻ വാങ്ങിച്ചത് എറണാകുളത്ത് ഉള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ബോർഡിൻ്റെ വിലയെന്ന് പറയുന്നത്, ഇത് 2000 വാട്ടിൻ്റെ ബോർഡാണ്. ഇതിൽ 1800 വാട്ടിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഈ പഴയ ഇൻഡക്ഷൻ കുക്കർ 2000 വാട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെയാണ് 2000 വാട്ടിൻ്റെ ഇത് ബോർഡ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില വന്നിരിക്കുന്നത് 540 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഈ ബോർഡിന് യാതൊരു വാറൻറ്റി കാര്യങ്ങളൊന്നും അവർ തരുന്നില്ല. ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ സീൽഡ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ്. ഇതിങ്ങനെ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. നമ്മളിത് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്തതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ ഇത് വർക്ക് ചെയ്യുമല്ലോ അറിയത്തുള്ളൂ. പക്ഷേ ഓൾറെഡി ഇങ്ങനെയുള്ള ബോർഡുകൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് കംപ്ലൈൻറ്റുകൾ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ അവർ വീണ്ടും വീണ്ടും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിത് വാങ്ങിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, QC പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരും. നമ്മളെന്തായാലും ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഓണാക്കുമ്പോൾ അറിയാം. നമ്മൾ വെറുതെ ചെക്ക് ചെയ്യാൻ പാടില്ല. ഒരു സീരിയൽ ബൾബ് ഉപയോഗിച്ച് മാത്രം നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കർ ഇവിടെ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് AC നമ്മൾ കൊടുക്കാൻ പാടില്ല. സീരിയൽ ലാമ്പ് തന്നെ ഉപയോഗിക്കണം. കാരണം ഇതൊരു പവർ കൂടുതലെടുക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് നിങ്ങൾ സീരിയൽ ലാമ്പ് ഞാനത് വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നിലവിലെ പഴയ ബോർഡാണ്. ഈ ബോർഡായിരുന്നു ഇതിൻ്റെ കമ്പനി വന്നിരുന്ന ബോർഡ്. ഇതാണ്. ഇതിന് ഇവിടെ ഹോള് കാര്യങ്ങൾ, ഈ നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് എല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വേറൊരു ബോർഡ് വാങ്ങിച്ച ഈ ബോർഡിൽ അതിന് ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഏകദേശം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഈ സ്ക്രൂ മൗണ്ട് ചെയ്യേണ്ടിയിരുന്നത്, ഇവിടെയാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡിൻ്റെ ഈ ഭാഗത്ത് PCB വരുന്നതുകൊണ്ട് നമുക്കിവിടെ ഇത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ സംഗതി നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇതുപോലെ നോസ് പ്ലെയറൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ പോരും. എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ക്രൂ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഹോൾ നമുക്കിവിടെ കിട്ടും. ഇപ്പം ഇവിടെ അങ്ങനെ ഹോൾ കിട്ടുന്നില്ല, പക്ഷെ എന്തെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു ഹോൾ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരു ഹോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോളിലേക്കാണ് ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്.
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫാനിൻ്റെ കണക്ഷൻ വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫാൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 18 വോൾട്ട് ഫാൻ, 12 വോൾട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കോമൺ ആയിട്ട് 18 വോൾട്ടിൻ്റെ ഫാനാണ് എല്ലാത്തിലും വരുന്നത്. പുതിയതായിട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കറിലൊക്കെ 12 വോൾട്ടിൻ്റെ ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 18 വോൾട്ട് ഫാൻ കൊടുത്തിരിക്കുന്നിടത്തോട്ട് ഈ ഫാൻ കണക്ട് ചെയ്യണം. കാരണം ഇത് 18 വോൾട്ട് വരയ്ക്കുന്ന ഫാനാണ്. കാരണം ഒരു AC കോഡ് വന്നിരിക്കുന്നത്. ഈ AC കോഡ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ AC കണക്ട് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ന്യൂട്രൽ, ഇവിടെ ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ എന്ന് കൊടുത്തിരിക്കുന്നിടത്തേക്ക് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറിയ ഗ്യാപ്പുണ്ട്. കാരണം നേരത്തെ ഉള്ള ബോർഡിൽ കുറച്ചുകൂടെ കനമുള്ളൊരു ടെർമിനലായിരുന്നു. ഇതിപ്പോൾ കനം കുറവുള്ളതുകൊണ്ട് നമ്മളിതൊന്ന് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിരുന്നുള്ളൂ. ഈ കോയിലിനെ നമുക്ക് പൊളാരിറ്റി ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ കോയിലിൻ്റെ 2 ലെഗാണ് ഈ കാണുന്നത്. ഇത് രണ്ടും ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് പൊളാരിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. തിരിഞ്ഞു പോയാലും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കോയിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്ന ഒരു ഉപകരണമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു സെൻസർ വന്നിട്ടുണ്ട്. ഈ സെൻസർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. സോക്കറ്റിലേക്ക് നമ്മൾ ഇത് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് ഈ കോയിലിവിടെ ഫിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ പഴയ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളാണ്. ഈ ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് പുതിയത് വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു മാർഗ്ഗം വേണം. അതുപോലെ നമുക്ക് ഇതിൻ്റെ വയറ് നമ്മൾ ഇതിനകത്തൂടെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ഈ വയർ കയറ്റി വിട്ടിട്ട് ഇത് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. അത് ഒട്ടിക്കാനുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഇത്ര ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ കണക്ടർ നമുക്ക് ആ ഹോളിൽ കൂടെ കയറ്റി വിടാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണി, സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾറെഡി അവിടെ ഒരു ഡിസ്പ്ലേ വരുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയൊരു കത്തി ഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് കയറി പൊക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അത് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളാണ്. കട്ട് ചെയ്ത് കളയണമെന്നില്ല, ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചാലും മതി. ഒരു സോക്കറ്റ് ഇറക്കി വിടാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം കിട്ടിയത്. ഇപ്പോൾ ഈ സോക്കറ്റ് നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതി. ഇറക്കി വിട്ടിട്ട് കണ്ടില്ല, അത് നമ്മളതുവഴി ഇറക്കി വിട്ടു. ഇത് നമ്മളിതിവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നമ്മളിതുപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുക്കുക, രണ്ട് സൈഡിൽ ടേപ്പ് ഇളകി കളയുക. ഈ സെൻറ്റർ ഭാഗത്ത് ഇതുണ്ടല്ലോ ഈ ഹോള് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ സോക്കറ്റ് അതുവഴി എടുക്കാൻ വേണ്ടിയാണ് ആ ഹോള് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ സോക്കറ്റ് അതുവഴി എടുക്കേണ്ടത്. നമ്മളിവിടെ ഒട്ടിക്കുക, സെൻറ്റർ ഭാഗം നോക്കി കറക്റ്റ്. ഏകദേശം സെൻറ്റർ നോക്കി നമ്മളിത് കൂടെ ഒട്ടിച്ച്
സ്വിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കണ്ട സോക്കറ്റ് ഇതുവഴി ഈ ഗ്യാപ്പിൽ കൂടെ ഇറക്കി വിടുക. ഇറങ്ങി പൊക്കോളും. കൊടുക്കുന്ന ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതങ്ങ് ഒട്ടിക്കൊള്ളു. അവിടെ ഡ്രില്ലിയോ സ്ക്രൂ കൊടുക്കേണ്ട കാര്യം ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് എളുപ്പമാണിത്. നമ്മുടെ മൊഡ്യൂൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷനുള്ള. ഇത് നമ്മളതുപോലെ വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വയർ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. കാരണം ഇത് ഹീറ്റാകുന്ന പോലെയാണ്. അപ്പോൾ ഈ ഹീറ്റാകുന്ന സമയത്ത് ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും വരണ്ട. അതുകൊണ്ട് ഇതിങ്ങനെ ഈ സൈഡിൽ കൂടെ കയറ്റി നമ്മളൊന്ന് ഒതുക്കി വെക്കുക ഇവിടെ വയർ. അതുപോലെ തന്നെ ഇവിടെ AC ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിങ്ങിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടില്ല. അത് ഇളകിപ്പോയിട്ടുണ്ട്. അത് ഇനി ഗം ഉപയോഗിച്ച് ഒട്ടിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അത് വെറുതെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെറുതെ വെച്ചിട്ട് ഞാനത് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. പ്ലഗ് ചെയ്തിരിക്കുന്നത് സീരിയൽ ബൾബിലേക്കാണ് പ്ലഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇനി സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബൾബ് ഇവിടെ ബൾബിലേക്ക് ലോഡ് പോയിട്ട് ബൾബ് പ്രകാശിക്കും. ചെറിയ രീതിയിൽ ലോഡ് പ്രകാശമുള്ളെങ്കിൽ അത് ഈ 100 വാട്ടിൻ്റെ ബൾബ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു പ്രകാശം കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇതില്ലെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. ഇത് ബൾബ് ഫുള്ള് ലോഡായി കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഷോർട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കിത് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. ഡിസ്പ്ലേ നിങ്ങൾ തെളിഞ്ഞ് കണ്ടല്ലോ. ഇത് സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. നമുക്ക് ഒരു വെള്ളം എന്തെങ്കിലും ഒന്ന് വെച്ച് ഇപ്പോൾ ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലൊരു ഗ്ലോ മാത്രമേ വന്നിട്ടുള്ളൂ ബൾബിൽ. അത് 100 വാട്ടിൻ്റെ ബൾബായതുകൊണ്ട് ചെറിയൊരു ഗ്ലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത് പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാൻഡ് ബൈ വരും. പിന്നെ നമ്മൾ നോർമൽ ഇൻഡക്ഷൻ കുക്കർ ഓണാക്കുന്ന പോലെ തന്നെ ഇവിടെ പവർ തന്നെ സഡനായിട്ട് തന്നെ ചൂടാവുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യണം. ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സക്സസ് ആണ്. അന്നേരം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.